Okay, hello and welcome to Anais Academy. So welcome to our daily news analysis. 18 September 2025 വന്നിട്ടുള്ള ഹിന്ദുവിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് ആണ്. മൂവിംഗ് ഓൺ ടു ഫസ്റ്റ് ആർട്ടിക്കിൾ, അമിത് US താരിഫ് നൗ. സോ താരിഫ് പ്രോ PM pushes ലോക്കൽ പ്രൊഡക്ഷൻ. അപ്പം ഈ ഒരു ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഓൾറെഡി നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മുകളിൽ നിന്നുള്ള താരിഫ് ഹൈക്ക്, അതായത് ഇന്ത്യ റഷ്യ ബന്ധം വന്നതിന് ശേഷം US നിന്ന് നമുക്കൊരു താരിഫ് ഹൈക്ക്, അതായത് ഇന്ത്യൻ എക്സ്പോർട്സിന്റെ മുകളിൽ ഒരു താരിഫ് ഹൈക്ക് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ന്യൂസുകളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിന് റിറ്റാലിയേഷൻ, അതിനുള്ള തിരിച്ചടിയായിട്ട് എന്താണ് ഇനി ഇന്ത്യ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ചെയ്ത പോലെ സ്വദേശി മൂവ്മെന്റ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. That means the article comes amid continuing trade tensions between the India and US, particularly over increased tariff on Indian products and stalled FTA negotiations. അപ്പം നമ്മുടെ US തമ്മിലുള്ള ബന്ധം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബന്ധം ഒരു നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ PM മോദി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, statements and new initiatives are positions as response to growing global economic uncertainties and the need for domestic resilience. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരു അൺസർട്ടനിറ്റീസ് ഗ്ലോബൽ ഇന്റർനാഷണൽ വരുന്ന സമയത്ത് അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ഡൊമസ്റ്റിക്കലി പ്രൊഡക്ഷൻസ് ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാം. സോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്വദേശി ആൻഡ് ലോക്കൽ പ്രൊഡക്ഷൻ പുഷ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അർജ് citizens to buy only domestically manufactured, that means സ്വദേശി ഗുഡ്സ് ആൻഡ് ആസ്ക് traders to sell only made in India products. അതായത് ഇന്ത്യയിലുള്ള ആളുകളോട് പറയുകയാണ്, നിങ്ങൾ ഇന്ത്യൻ പ്രൊഡക്ട്സ് മാത്രം വാങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം വാങ്ങാൻ ആളുകൾ തയ്യാറാവുക. അങ്ങനെയാണെന്ന് നമുക്ക് ഫോറിൻ പ്രൊഡക്ട്സിന്റെ സപ്പോർട്ട് നമുക്ക് കുറക്കാം. അങ്ങനെ ആ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ട്രേഡ് നെഗോസിയേഷൻസിലൊക്കെ ഇന്ത്യക്ക് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഹൈലൈറ്റിംഗ് സപ്പോർട്ടിംഗ് ലോക്കൽ പ്രൊഡക്ഷൻ വിൽ എൻഷുർ മണി റിമെയിൻസ് ഇൻ ദ കൺട്രി ആൻഡ് ലീഡ്സ് ഇറ്റ്സ് ഡെവലപ്മെന്റ്. അതായത് നമ്മുടെ പൈസ പുറത്തേക്ക് പോവില്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ US നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഒരു പൈസ അവർക്ക് കൊടുക്കുന്നത് US കൊടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ അതേ പ്രൊഡക്റ്റ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നിർമ്മിതമായ പ്രൊഡക്റ്റ് ആണ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് നമ്മൾ ആ ഇന്ത്യൻ ട്രേഡേഴ്സിന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള പൈസ പുറത്തേക്ക് പോകുന്നില്ല. സോ ഇതാണ് സിമ്പിൾ എക്കണോമിയാണ്, ഒരു ക്ലോസ്ഡ് എക്കണോമി സർക്കിളിലേക്ക് പോകാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മണി നമ്മുടെ രാജ്യത്ത് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കത് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ട് വരും, ഡെവലപ്മെന്റിൽ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ആ ഒരു സ്പീച്ചിന്റെ അകത്ത് പ്രധാനമന്ത്രി മറ്റൊരു പ്രോഗ്രാം കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് PM മെഗാ ഇന്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽസ് റീജിയൻ ആൻഡ് അപ്പാരൽസ്, PM മിത്ര സ്കീം. അപ്പോൾ മധ്യപ്രദേശിലെ ധാറിൽ തുടങ്ങാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ് ഈ PM മിത്ര സ്കീം എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രിലിംസ് നോട്ടിൽ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്നതിൽ നിങ്ങൾക്ക് PM മിത്ര സ്കീം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, PM മിത്ര സ്കീമിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു 5F വിഷൻ ആണ് ഈ ഒരു പ്രൊജക്റ്റിനുള്ളത്. എന്താണ് 5F വിഷൻ? ഫ്രം ഫാം ടു ഫൈബർ, ഫൈബർ ടു ഫാക്ടറി, ഫാക്ടറി ടു ഡിസൈൻ, ഫാക്ടറി ടു ഫാഷൻ, ഫാഷൻ ടു ഫോറിൻ. അതായത് ഒരു ഫാമിംഗ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ജ്യൂട്ട് എന്ന ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഫാമിംഗ് മുതൽ അത് ഫൈബറാക്കി മാറ്റുന്ന പ്രോസസ് മുതൽ അത് ഫാക്ടറിയിൽ എത്തിച്ച് അതൊരു ക്ലോത്ത് ആക്കി മാറ്റുക, ഒരു ഡിസൈനർ ക്ലോത്ത് ആക്കി മാറ്റുക, ആ ക്ലോത്ത് ഫോറിനിലേക്ക് അയക്കുക. അങ്ങനെ 5, അതാണ് 5F വിഷൻ എന്ന് പറയുന്നത്. 5F കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് PM മിത്ര സ്കീം പറയുന്നത്. ഇതിനോടകം തന്നെ ഏകദേശം 23,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പലതരത്തിൽ 114 ടെക്സ്റ്റൈൽസ് കമ്പനീസിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ധാർ പാർക്കിലേക്ക് കൊണ്ട്. അപ്പൊ മധ്യപ്രദേശിലെ ധാർ എന്ന സ്ഥലത്താണ് ഈ ഒരു പാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബൂസ്റ്റ് ഇന്ത്യസ് ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽ മാനുഫാക്ചറിംഗ്, എൻഹാൻസിംഗ് എക്സ്പോർട്സ്, ക്രിയേറ്റിംഗ് ജോബ്സ് ആൻഡ് റൈസിംഗ് ഇന്ത്യസ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്. അതായത് ഇന്ത്യയുടെ തന്നെ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ അപ്പാരൽ മാനുഫാക്ചറിംഗ് ബൂസ്റ്റ് ചെയ്യുക, എക്സ്പോർട്സുകൾ ബൂസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ ജോബ്സുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഗ്ലോബൽ ലെവലിൽ നമ്മളൊരു കോമ്പറ്റീഷൻ ലെവലിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ഈ ഒരു PM മിത്ര സ്കീമിന്റെ ഉദ്ദേശം. GST 2.0 റീഫോംസ് ആൻഡ് കൺസ്യൂമർ മെസ്സേജിംഗ്. ഇപ്പം പ്രധാനമന്ത്രിയുടെ സ്പീച്ച് ആയിരുന്നു, ആ സ്പീച്ചിനകത്ത് നടന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. PM റെഫറൻസ് ദ അപ്കമിംഗ് ചേഞ്ച് ഇൻ GST റേറ്റ്സ് coinciding with Navaratri to further push the message for buy Swadeshi among Indian shoppers. ഇപ്പോൾ മെയിനായിട്ട് GST റേറ്റ് കട്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും മെയിനായിട്ട് ഗവൺമെന്റ് പുഷ് ചെയ്യുന്ന മെയിൻ കാര്യം എന്താണ്? ബൈ സ്വദേശി, അതായത് ഇന്ത്യൻ മെയ്ഡ് പ്രൊഡക്ട്സുകൾ മാത്രം വാങ്ങാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്.
അത് ഇനി അറ്റ് ദ സെയിം ടൈം പ്രധാനമന്ത്രിയുടെ സ്പീച്ചിൽ വന്നിരിക്കുന്ന മറ്റൊരു കാര്യമായിരുന്നു വുമൻസ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ സ്കീംസ്. മോദി ഓൾസോ ലോഞ്ച് ദ സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ SNSPA, a government initiative aiming to improve women's health via comprehensive screening and free medication. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഒരു പുതിയൊരു പ്രൊജക്റ്റും കൂടി ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതാണ് SNSPA എന്ന് പറഞ്ഞിട്ടുള്ളത്. വുമൻസിന്റെ ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. Improve the women's health via comprehensive screening and free medication, prioritizing early detection of serious disease such as cancer. അതായത് ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ, വുമൻസിന് വരുന്ന ക്യാൻസർ പോലുള്ള കാര്യങ്ങളെ ഡിറ്റക്ട് ചെയ്യുക, ഏർലി ഡിറ്റക്ട് ചെയ്യുക, അതിനെ സ്ക്രീൻ ചെയ്യുക, ആവശ്യമുള്ള മെഡിക്കേഷൻ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ വുമൻസ് ഹെൽത്ത് പ്രോഗ്രാം റണ്ണിങ് until Gandhi Jayanti, underline government focus on public health alongside economic and industrial reform. അതായത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങൾ വുമൻസിന്റെ ഹെൽത്തും കൂടി ഫോക്കസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി സ്ട്രാറ്റജി ആൻഡ് സെക്യൂരിറ്റി തീംസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ PM further cited Operation Sindoor as evidence of India's increased military strength and assertiveness in handling security threats, adding to nationalistic message of self-reliance and self-resilience. അതായത് ഓപ്പറേഷൻ സിന്ദൂറിനെ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യണം. ഓപ്പറേഷൻ സിന്ദൂർ ആസ് എവിഡൻസ് ഓഫ് ഇന്ത്യസ് ഇൻക്രീസ്ഡ് മിലിറ്ററി സ്ട്രെങ്ത്. അതായത് റീസെന്റ് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിൽ പോലും നമ്മുടെ മിലിറ്ററി സ്ട്രെങ്ത്തിനെ മുന്നോട്ട് കാണിക്കാനും സാധിച്ചു. അപ്പൊ PM മോദിയുടെ ഒരു സ്പീച്ച് ആയിരുന്നു. ആ സ്പീച്ചിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വദേശി മൂവ്മെന്റ് ഇന്ത്യ ഗവൺമെന്റ് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ PM മിത്ര സ്കീം, ദെൻ SNSPA, ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് ഇതിന്റെ മിഷൻ എന്നുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഒബിയസ്ലി ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ന്യൂസ് ആണ്. Moving on, next article, welfare at mercy of the machine, technological shift in welfare delivery. അപ്പം ഈ ഒരു ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ഷിഫ്റ്റ് ചേഞ്ച് നാട്ടിലൊക്കെ നടന്നിരിക്കുന്ന ഒരു ഷിഫ്റ്റിംഗ്, ടെക്നോളജിക്കൽ ഷിഫ്റ്റിംഗ് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PDS സിസ്റ്റം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ റേഷൻ ഷോപ്പ്. ഇപ്പം മുൻ കാലഘട്ടങ്ങളിൽ റേഷൻ ഷോപ്പിൽ പോകുന്ന സമയത്ത് നമുക്കൊരു കാർഡ് ഉണ്ടായിരിക്കും. ആ കാർഡിൽ നമ്മൾ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ബട്ട് അതിനുശേഷം ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് റേഷൻ ഷോപ്പിൽ പോകുന്ന സമയത്ത് കാർഡ് പോലത്തെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ഫിംഗർ പ്രിന്റ്സ്, തമ്പ് ഇംപ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഷൻസ് വാങ്ങാൻ സാധിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്, ടെക്നോളജിയെ ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ആ തമ്പ് ഇംപ്രഷൻ ചെയ്യുന്ന സമയത്ത് അത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ആ ഒരു വ്യക്തിക്ക് എന്താണ്, റേഷൻ ഷോപ്പിൽ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ വ്യക്തിക്ക് ആ റേഷൻ ഡിനൈ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ഹെഡിങ് പറയുന്നത് വെൽഫെയർ അറ്റ് ദ മേഴ്സി ഓഫ് മെഷീൻ. അതായത് ഇതൊക്കെ ഒരു വെൽഫെയർ സ്കീമാണ്. അതൊക്കെ മെഷീൻസിന്റെ ഒരു മേഴ്സിയാണ്. മെഷീൻസ് ചിലപ്പോൾ ആര് ഫിംഗർ പ്രിന്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ഫേഷ്യൽ റെക്കഗ്നൈഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ആയിട്ടില്ല, അല്ലെങ്കിൽ വേണ്ട വരുന്ന ആളുകൾക്ക് എന്ത് ലഭിക്കുന്നില്ല, ആവശ്യമായിട്ടുള്ള വെൽഫെയർ സ്കീംസ് അവരിലേക്ക് എത്തുന്നില്ല. അതിന് ബെസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഓട്ടോമേഷൻ, ഡിജിറ്റൽ വെരിഫിക്കേഷൻ ആർ ഇൻക്രീസിംഗ്ലി സെൻട്രൽ ഇൻ ഇന്ത്യസ് വെൽഫെയർ പ്രോഗ്രാംസ്. അപ്പോൾ നമ്മുടെ എല്ലാ വെൽഫെയർ പ്രോഗ്രാംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിലൊക്കെ ഡിജിറ്റൈസേഷൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ PDS സിസ്റ്റം ആയിക്കോട്ടെ, മറ്റേതെങ്കിലും പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ഈവൻ തോ നമ്മുടെ ആശാ വർക്കേഴ്സ്, അതുപോലെ തന്നെ മൻരേഗ, ദാറ്റ് മീൻസ് തൊഴിലുറപ്പ് പദ്ധതി ആയിക്കോട്ടെ, ഏത് പദ്ധതിയിലാണെന്നുണ്ടെങ്കിലും ഡിജിറ്റൈസേഷൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ്. അപ്പോൾ എസ്പെഷ്യലി ദ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ICDS നോക്കുകയാണ്. ടേക്ക് ഹോം റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ICDSന്റെ ഭാഗമായിട്ട് എന്താണ്, ആളുകൾക്ക് പ്രോട്ടീൻസോ, ഇപ്പോൾ ലാക്ടേറ്റിംഗ് വുമൻസ്, അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ്, കുട്ടികൾക്ക് തുടങ്ങുന്ന കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഒരു റേഷൻസ് ഒക്കെ നൽകാൻ, പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ നൽകുന്ന കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, അതാണ് THR എന്ന് പറയുന്നത്, ടേക്ക് ഹോം റേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ICDSലേക്ക് പോകുന്നു. അവിടെ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വാങ്ങാൻ നമുക്ക് സാധിക്കില്ല. എന്താ സംഭവിക്കുന്നത്, അവിടെ നിന്ന് ഒരു ഫേഷ്യൽ റെക്കഗ്നീഷൻ, മാൻഡേറ്ററി യൂസ് ഓഫ് ഫേഷ്യൽ റെക്കഗ്നേഷൻ സിസ്റ്റം ഈസ് പ്രോബ്ലമാറ്റിക്. ഇപ്പം ICDSൽ പോവാണ്, ഒരു ലാക്ടേറ്റിംഗ് വുമൺ പോകുന്ന സമയത്ത് ഫേഷ്യൽ റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, ഇന്ന ആൾക്ക് ഇതൊരു ബെനിഫിഷ്യറി ആണ് എന്നത് മെഷീൻ സമ്മതിക്കണം. മെഷീൻ സമ്മതിച്ച് വേണം അപ്രൂവ് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് മെഷീനിന് അത് അപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും കാരണവശാൽ അവിടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ബെനിഫിഷ്യറിയിൽ നിന്ന് അവരെന്ത് ചെയ്യപ്പെടുകയാണ്, തള്ളി മാറ്റപ്പെടുകയാണ്. അതുപോലെ തന്നെ അവർക്ക് സ്മാർട്ട് ഫോൺ ആക്സസ്, നെറ്റ്വർക്ക് കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊന്നും, അതായത് ഇതൊക്കെ മെയിനായിട്ട് ഗ്രാമങ്ങളിലെ ആളുകൾക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ടും ഈ ടെക്നോളജിക്കൽ കാര്യങ്ങളെ പറ്റി അറിയാൻ സാധ്യത ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും എറേഴ്സ് സംഭവിക്കാം, ഫേഷ്യൽ മാച്ചിങ്ങിനകത്ത് എറർ സംഭവിക്കാം.
അപ്പോൾ മെനി അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് റൂറൽ റെസിപ്പിയൻസ് ലാക്ക് ദ ടെക്നിക്കൽ സ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ടെക്നിക്കൽ സ്കില്ല് കുറവാണ്. അതിന് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് ഡിവൈസസ് ഉണ്ടായിരിക്കില്ല, സ്മാർട്ട് ഫോൺസ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ FRS ഫേഷ്യൽ റെക്കഗ്നേഷൻ സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ചിലപ്പോൾ മേ ബി ഫിംഗർ പ്രിന്റ്സ്, ചിലപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന ഹാർഷ് കണ്ടീഷൻസിലായിരിക്കും. അപ്പോൾ ഫിംഗർ പ്രിന്റ് ആക്ച്വലി അവർ മെഷർ ചെയ്യപ്പെടുന്നില്ല. ബട്ട് അവർ ആക്ച്വൽ ബെനിഫിഷ്യറീസ് ആണ്. ബട്ട് ഫിംഗർ പ്രിന്റ് മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മാച്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സാധനം ലഭിക്കില്ല. ഇനി എറേഴ്സ് ഇൻ FRS പ്രോസസ്, മേ ബി KYC ഫെയിലിയേഴ്സ് വരാം, ഫോട്ടോ ക്യാപ്ചർ പോറായിരിക്കാം, അല്ലെങ്കിൽ മിസ്മാച്ച് വരാം. സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഡിലേ ഉണ്ടായിരിക്കും. അത് ഈ ബെനിഫിഷ്യറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ആയിക്കോട്ടെ അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആശാ വർക്കേഴ്സിന്റെ അടുത്തേക്ക് പോകുന്നു, ഒരു ലാക്ടേറ്റിംഗ് വുമൺ പോവുകയാണെന്ന് കരുതാം. അപ്പോൾ ആ സമയത്ത് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ബെനിഫിഷ്യറി ഐറ്റംസ് ലഭിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫേഷ്യൽ റെക്കഗ്നേഷൻ ചെയ്ത് നോക്കും, അപ്പോൾ ലഭിക്കുന്നില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ PDF സിസ്റ്റത്തിന് എടുക്കാം, നമ്മൾ തമ്പ് ഇംപ്രഷൻ നൽകിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് തമ്പ് ഇംപ്രഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് ലൈനിലിരിക്കുന്ന PDF സിസ്റ്റം അല്ലെങ്കിൽ റേഷൻ ഷോപ്സിലിരിക്കുന്ന ആളുകൾക്കും ഫ്രസ്ട്രേറ്റഡ് ആവും, അതുപോലെ തന്നെ ബെനിഫിഷ്യറിക്കും ഫ്രസ്ട്രേറ്റഡ് ആവും. Bureaucratic hurdles have led to women and children being denied or delayed THR ration, especially for those unable to complete digital verification. അപ്പോൾ ഈ ബ്യൂറോക്രാറ്റിക് കണ്ടീഷൻസിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷൻ ഡിനൈ ചെയ്യപ്പെടാൻ ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിനൈ ചെയ്യപ്പെടാം എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ആർട്ടിക്കിൾ ഐഡന്റിഫൈ 5 ബിഗ് ഇഷ്യൂസ്. അപ്പം 5 മെയിൻ ഇഷ്യൂസുകളാണ് ആർട്ടിക്കിൾസ് ഐഡന്റിഫൈ ആയിട്ടുള്ളത്. Poor ration quality, irregular supplies, stagnant THR budget, corruption in contracts and supply delays. Despite Supreme Court orders mandating home delivery and self-helping group involvement. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റേഷൻ ഷോപ്പുകളിൽ നിന്ന് എടുക്കാം, അവിടെ പോയിട്ട് നമ്മളൊരു ബെനിഫിഷ്യറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനങ്ങൾ ലഭിക്കണം, അതിനെ സപ്ലൈ നമ്മൾ ഓക്കെ ആക്കണം, അതുപോലെ ബഡ്ജറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുള്ളൂ. ബട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വെൽഫെയർ ഡെലിവറി അല്ലെങ്കിൽ വെൽഫെയർ ഡെലിവറി ഏരിയകൾ നോക്കാം, ICDS ആയിക്കോട്ടെ, റേഷൻ ഷോപ്സ് ആയിക്കോട്ടെ, തുടങ്ങിയ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് പല തരത്തിലുള്ള ഇഷ്യൂസുകളാണ്. അതാണ് ഇവിടെ പറയുന്ന മെയിൻ ആയിട്ടുള്ള 5 ഇഷ്യൂസുകൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇംപ്ലിക്കേഷൻ എന്താണ്? FRS and similar technologies are used in criminal investigations ആണ്. അപ്പം ഈ ഫേഷ്യൽ റെക്കഗ്നീഷൻ ഒക്കെ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽസിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ടംബ് ഇംപ്രഷൻ എടുക്കുന്നത് ക്രിമിനൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ബെനിഫിഷ്യറിയാണ്, ഗവൺമെന്റിൽ നിന്ന് റേഷൻസ് ലഭിക്കണം എന്നുള്ളത് നമ്മളൊരു ബെനിഫിഷ്യറിയാണ്, നമുക്ക് ഗവൺമെന്റ് തന്നിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്രിമിനൽസ് ഒക്കെ ചെയ്യുന്ന സെയിം കൈൻഡ് ഓഫ് കാര്യങ്ങളാണ്. ഇപ്പോൾ ഫേഷ്യൽ റെക്കഗ്നീഷൻ, നമ്മൾ ഫോട്ടോ എടുക്കുന്നു, നമ്മൾ റെറ്റിന സ്കാൻ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ തമ്പ് ഇംപ്രഷൻ എടുക്കുന്നു. സോ ക്രിമിനൽസിന് ചെയ്യുന്ന സെയിം കൈൻഡ് ഓഫ് തിങ്സ് ആണ് നമുക്കും ചെയ്തു തരുന്നത്. കാരണം നമ്മളവർ കുറ്റവാളികളൊന്നുമല്ല, നമ്മളവിടെ പോയിട്ട് കാര്യങ്ങൾ വാങ്ങാൻ, നമുക്ക് ഗവൺമെന്റ് തന്നിരിക്കുന്ന കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി സ്റ്റിഗ്മറ്റൈസ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് FRS ടെക്നോളജി ഉപയോഗിക്കുന്ന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ദർ ഡിപ്ലോയ്മെന്റ് എമംഗ് വൾണറബിൾ വുമൺ ആൻഡ് ചിൽഡ്രൻ ക്യാൻ ബി പെർസീവ്ഡ് ആസ് ട്രീറ്റിംഗ് സിറ്റിസൺസ് ലൈക്ക് സസ്പെക്ട്സ് റാദർ ദാൻ റൈറ്റ് ഹോൾഡേഴ്സ്. അതായത് ഇതേ കണ്ടീഷൻസ് ആളുകളടുത്ത് ചെയ്യുന്നത്, അതായത് കുറച്ചുകൂടി വൾണറബിൾ ആയിട്ടുള്ള വുമൻസിന്റെ അടുത്തോ ചിൽഡ്രൻസ് അടുത്തോ ചെയ്യുന്ന സമയത്ത് അവരെന്താണ് കരുതുക, ഓക്കെ ഞങ്ങളൊരുമാതിരി എന്താണ് തീവ്രവാദികളാണോ അല്ലെ സസ്പെക്ട്സ് ആണോ എന്നുള്ളൊരു ഫീൽ അവർക്ക് വരും. ഓക്കെ, so the article argues for inclusive empathetic technologies. Digital tools should aid rather than exclude. Digital tools ഒക്കെ ഉപയോഗിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഡെലിവറി അതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മാക്സിമം ആളുകളെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാം കൊണ്ട്. ഓക്കെ, അതായത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറയുന്നത് വെച്ചാൽ എഞ്ചിനീയേഴ്സ് പാരഡൈസ്, അതായത് ഇതൊക്കെ ഒരു എഞ്ചിനീയറിംഗ് കാര്യങ്ങളാണ്, എഞ്ചിനീയറിംഗ് മികവുകളാണ്. എഞ്ചിനീയറിംഗ് പാരഡൈസിൽ പോകുന്നതിന് പകരമായിട്ട്, അപ്പോൾ എഞ്ചിനീയറിംഗ് പാരഡൈസ് നമ്മൾ കൂടുതൽ എഞ്ചിനീയറിംഗ് ടെക്നോളജിയും കാര്യങ്ങളും ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ശരിക്കുള്ള ബെനിഫിഷ്യറീനെ നമ്മൾ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ല ആക്ച്വലി. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ ജുഡീഷ്യൽ നഡ്ജ് ഫോളോയിങ് സ്ട്രക്ക് ലെജിസ്ലേറ്റീവ് ബിസിനസ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കാരണം ആർട്ടിക്കിൾ 200 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ അല്ലെങ്കിൽ എസ്പെഷ്യലി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു ബില്ല് പാസ്സാക്കിയിട്ട് അത് നിയമമാവുന്നത് ഫൈനലി ഗവർണറിന്റെ അസന്റ് ലഭിക്കുന്ന സമയത്താണ്. അപ്പോൾ ബില്ല് അസന്റിന് വേണ്ടി ഗവർണറിന് കൊടുക്കുന്ന സമയത്ത് അത് എത്ര ടൈം ലിമിറ്റിനുള്ളിൽ തിരിച്ചയക്കണം എന്ന് ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾസ് കുറെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അതിന്റെ ബാക്കിയുള്ള ഒരു ചെറിയൊരു കണക്ഷനാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, ദ സുപ്രീം കോർട്ട് ഈസ് എക്സാമിനിങ് ദ ലിമിറ്റ്സ് ഓഫ് ഗവർണേഴ്സ് and by extension president's powers under article 200 regarding timely assent to the state bills. Previously 3-month deadline was set by 2-judge bench for the governor and president to act on bills and send for assent. ഓക്കെ, അപ്പം കഴിഞ്ഞ മാർച്ചിൽ ഓൾറെഡി ഒരു
ബില്ല് ഗവർണറുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഗവർണർ ആയിക്കോട്ടെ പ്രസിഡന്റ് ആയിക്കോട്ടെ, നിങ്ങൾ വിത്തിൻ 3 months അതിന് അസന്റ് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈം ലൈൻ കൊടുത്തിരിക്കുന്ന കാര്യം, ദിസ് ടൈം ലൈൻ എയിംസ് ടു പ്രിവെന്റ് സ്റ്റക്ക് ലെജിസ്ലേറ്റീവ് ബിസിനസ്. അതായത് അസന്റ് കൊടുക്കാനുള്ള സാധനം വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള നിയമനിർമ്മാണം അവിടെ നടക്കില്ല. അപ്പം ഈ ഒരു ടൈം ലൈൻ നൽകിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള നിയമനിർമ്മാണം നടക്കണം. അതുകൊണ്ട് ഗവർണർ ആയിക്കോട്ടെ പ്രസിഡന്റ് ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് അസന്റ് നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി ഗവർണറിന്റെ സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ ഗവർണറിന്റെ അതോറിറ്റി എന്താണ്? ആർട്ടിക്കിൾ 200, ആർട്ടിക്കിൾ 200 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർ ക്യാൻ അസെന്റ് വിത്ത് ഹോൾഡ് അസെന്റ്, റിട്ടേൺ ദ ബിൽ വിത്ത് റെക്കമെൻഡേഷൻ ഓർ റിസർവ് ഇറ്റ് ഫോർ പ്രസിഡന്റ്. അതായത് അദ്ദേഹത്തിന് ഒന്നുകിൽ അസെന്റ് നൽകാം, ആ ബില്ലിന് അസെന്റ് നൽകാം, ഇല്ലെങ്കിൽ ആ അസെന്റ് അദ്ദേഹത്തിന് പിടിച്ചു നിർത്താം. ഓക്കെ, അസെന്റ് നൽകാതെ ആ ഒരു ബില്ല് പിടിച്ചു നിർത്താം. പിന്നെ വേണമെങ്കിൽ ഈ ബില്ല് റിട്ടേൺ ചെയ്യാം. കുറച്ച് റെക്കമെൻഡേഷനോട് കൂടി തന്നെ അവർക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് റിട്ടേൺ ചെയ്യാം. ഇല്ലെങ്കിൽ ആ ബില്ല് വീണ്ടും ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം. എന്തിനു വേണ്ടിയിട്ട്? പ്രസിഡന്റിന്റെ എന്താണ് മുന്നിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും അത് റിസർവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആർട്ടിക്കിൾ 200 പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ എത്ര ടൈം ലൈനിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് കൺഫേം ദ ഗവർണർ മസ്റ്റ് ആക്ട് ഓൺ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് എക്സൈസ് ജഡ്ജ്മെന്റ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. അപ്പൊ ഗവർണർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ ഗവർണർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണ്. അപ്പൊ ഗവർണർ എപ്പോഴും ആക്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അതായത് ആ ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസോട് കൂടി, ഒരു ഉപദേശത്തോട് കൂടി മാത്രമാണ് ഗവർണർ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഗവർണർ എപ്പോഴും ഒരു ഉപദേശകൻ ഗവർണർക്ക് ഉണ്ടായിരിക്കും. ആ ഉപദേശകർ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും. അത് പബ്ലിക് ഇൻട്രസ്റ്റിനും ഏകദേശം ഓക്കെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഗവർണർ അദ്ദേഹത്തിന്റെ പവേഴ്സ്, ഡിസ്ക്രിഷണറി പവേഴ്സ്, ആർട്ടിക്കിൾ 200 പറഞ്ഞ പോലെ ബില്ലൊക്കെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായ കാര്യമാണ്. അപ്പം അത് സുപ്രീം കോടതി ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പവർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പവർ അല്ല. അതായത് നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല, ഗവർണർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം, അത് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷണറി പവർ ആണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ബില്ലുകളൊക്കെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി എക്സൈസ്ഡ് ജുഡീഷ്യസ്ലി. ദാറ്റ് മീൻസ് അത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടത് ജുഡീഷ്യറിക്ക് റിവ്യൂ ചെയ്യാം. എന്തിനാണ് ഗവർണർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ജുഡീഷ്യറിക്ക് ചോദിക്കാം. ബിക്കോസ് ജുഡീഷ്യറി ആണ് എന്ത്, ഗാർഡിയൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ജുഡീഷ്യറി പറഞ്ഞു ഇതൊരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല. അദ്ദേഹം ആ ഒരു ബില്ല് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടും ഒരു ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഡ്രോയിങ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ എവല്യൂഷൻ, ആർട്ടിക്കിൾ 200 എന്ന് പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 75 ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. അതായത് നമ്മുടെ എന്താണ് ബ്രിട്ടീഷുകാർക്ക് ഉള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആക്ട് ആയിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ആ ആർട്ടിക്കിളുള്ള സെക്ഷൻ 75 നമ്മളിപ്പം അവിടുന്ന് കടമെടുത്താണ് നമ്മൾ ആക്ച്വലി ആർട്ടിക്കിൾ 200. ഓക്കെ, അപ്പൊ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പാർലമെന്റ് ഹാസ് നോട്ട് സെറ്റ് ഡെഫിനിറ്റ് ടൈം ലിമിറ്റ് ഫോർ അസെന്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു നിയമം തന്നെയാണ് ഇപ്പം അത് എടുത്തിട്ടുള്ളത്. അപ്പൊ ബ്രിട്ടീഷുകാർ എന്തായാലും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ല് ഹോൾഡ് ചെയ്ത് വെക്കാം, ടൈം ലിമിറ്റ് അവരെ സൂചിപ്പിക്കാതിരുന്നത്. അതേ കാര്യം തന്നെ നമ്മൾ എന്തെടുത്തു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്ന് നമ്മൾ കടമായിട്ട് നമ്മുടെ ഈ നിലവിലുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. Recent Supreme Court judgments, including the state of Tamil Nadu versus Governor of Tamil Nadu, indicate that governor's discretion is not unfettered and must serve constitutional purpose, avoiding misuse of delay. അതായത് ഗവർണറിന്റെ ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പോലും ഈ ഡിലേ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഗവർണർമാരൊക്കെ മിസ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഗവൺമെന്റിനോട് എന്തെങ്കിലും ഒരു ദേഷ്യമോ വിദ്വേഷം ഉണ്ടെങ്കിൽ അവർ ബില്ല് ഹോൾഡ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ഇനി ഗവൺമെന്റ് ഇപ്പം ഒരു സ്റ്റേറ്റിലെ ഗവൺമെന്റും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ രണ്ട് പാർട്ടികളാണെങ്കിൽ പോലും ആ വിദ്വേഷം കാരണം അവരെന്ത് ചെയ്യും, ആ ഒരു ബില്ല് ഹോൾഡ് ചെയ്ത് വെക്കും. നീഡ് ഫോർ ടൈം ബൗണ്ട് ഗവർണൻസ്, the court rationale bill passed by elected assemblies represent public will and indefinite delays by the governor president undermine the spirit of responsible government and federalism. The court suggestion for a judicially enforced time frame is a step to promote accountability, good governance and reduce the legislative deadlocks. ഓക്കെ, അപ്പൊ കോർട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഡിലേ ഉണ്ടാക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ ഗവൺമെന്റിനെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല, നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെ തന്നെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ഡിലേ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഓൾറെഡി കോർട്ട് വീണ്ടും പറയുകയാണ്. ആർട്ടിക്കിൾ 355 allows the union government to step in if a state's constitutional machinery breaks down due to governor's inaction. ആർട്ടിക്കിൾ 355 പറയുന്നൊരു കാര്യമുണ്ട്. യൂണിയൻ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, യൂണിയൻ ഗവൺമെന്റ് വേണമെങ്കിൽ നേരിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭരണം ഏറ്റെടുക്കാം. ഏത് സമയത്താണ്,
സ്റ്റേറ്റിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഗവർണറിന്റെ ഏതെങ്കിലും ഇന്നാക്ഷൻ കാരണമോ അല്ലെങ്കിൽ ഗവർണർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഫെഡറൽ സ്ട്രക്ചർ ഡാമേജ് ചെയ്യുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സ്റ്റേറ്റിന്റെ ഭരണം അവർക്ക് ഏറ്റെടുത്ത് ഭരിക്കാൻ സാധിക്കും. അതാണ് ആർട്ടിക്കിൾ 355 പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ ആട്ടോ ആർട്ടിക്കിൾ 355 എന്ന് പറയുന്നത്. ഇനി റെമഡി ഫോർ ഫ്യൂച്ചർ ഡെഡ്ലോക്സ്. ഇനി ഫ്യൂച്ചറിൽ ഇത്ര ഡെഡ്ലോക്കുകൾ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം? ജുഡീഷ്യൽ ടൈം ലിമിറ്റ് ഈവൻ ഇഫ് നോട്ട് എക്സ്പ്ലിസിറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ടൈം ലിമിറ്റ് വെക്കുക. അത് ജുഡീഷ്യറി തന്നെ, കാരണം ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ജുഡീഷ്യറിയാണ്, സുപ്രീം കോർട്ടാണ്. അപ്പോൾ സുപ്രീം കോർട്ട് പറയണം ഇത്ര ടൈം ലിമിറ്റ് വെക്കാം. അപ്പം ഇനി മുന്നോട്ടേക്ക് ആ ഒരു ഡെഡ്ലോക്ക്, അതായത് ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ബില്ലെന്ന് ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെക്കരുത്. ഇവൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലാ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ടൈം ലിമിറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ജുഡീഷ്യൽ ടൈം ലിമിറ്റ് വെക്കാൻ സുപ്രീം കോർട്ടിന് സാധിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഫ്യൂച്ചർ ഡെഡ്ലോക്കുകൾ നമുക്ക് കുറക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ്. ഓൾറെഡി നമ്മൾ ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. ക്രോസ് ടോക്ക് waning immunity against Japanese encephalitis worsening dengue. New research shows that declining immunity after Japanese encephalitis vaccination can increase risk of severe dengue. അപ്പം നമ്മളിവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജപ്പാനീസ് ഇൻസെഫലിറ്റീസ്, ജപ്പാൻ ജ്വരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ആ ഒരു രോഗത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന വാക്സിൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി വാക്സിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ആ ഒരു വാക്സിൻസിന്റെ ഉപയോഗം കാരണം നമുക്ക് ഡെങ്കു അല്ലെങ്കിൽ ഡെങ്കിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹ്യൂമൻ ബോഡി എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ ആവശ്യത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഡെങ്കിപ്പനിനെ തടയാൻ ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് കരുതാം. പക്ഷേ നമ്മൾ ഈ ഒരു ജപ്പാൻ ജ്വരത്തിന് എടുക്കുന്ന വാക്സിൻ, ആ വാക്സിൻ നമ്മുടെ ആ ഒരു ഇമ്മ്യൂണിറ്റിയുടെ അളവ് കുറക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ഡെങ്കിപ്പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു ജപ്പാൻ ജ്വരത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന വാക്സിൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറക്കുകയാണ്. ഏതിനു വേണ്ടിയുള്ളത്? ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇമ്മ്യൂണിറ്റീൻ്റെ അല്ലെ ആന്റിബോഡീസിനെ നമ്മൾ സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെങ്കിപ്പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നേപ്പാളിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും ഈ ഒരു സ്റ്റഡീസ് കണ്ടക്ട് ചെയ്ത സമയത്ത് ഏകദേശം 3 മടങ്ങോളം ചാൻസ്, അതായത് ജപ്പാൻ ഇൻസെഫലിറ്റൈസിന് വാക്സിൻ എടുത്ത ആളുകൾക്ക് ഏകദേശം 3 മടങ്ങോളം ചാൻസ് കൂടുതലാണ്. എന്തിന്? ഡെങ്കിപ്പനി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. Around 63% of vaccinated persons lost strong J immunity after 5 years. അപ്പം ആഫ്റ്റർ 5 years, അതായത് ഈ J ഇമ്മ്യൂണിറ്റി എടുത്തതിന് ശേഷം 5 yearsന് ശേഷം അവർക്ക് കംപ്ലീറ്റ്ലി എന്ത് നഷ്ടപ്പെട്ടു? ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പലപ്പോഴും അതിനുശേഷം വന്നത് നിങ്ങൾ ബൂസ്റ്റർ ഡോസിനും കൂടി എടുത്താലും മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ബോത്ത് ജെയിനെ, ജപ്പാൻ ജ്വരത്തിനും എതിർക്കാൻ സാധിക്കും, ഡെങ്കിപ്പനിനെ എതിർക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 1-2 വാക്സിൻസ് മാത്രം എടുത്ത് കഴിഞ്ഞ സമയത്ത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ബൂസ്റ്റർ ഡോസും കൂടി എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു ആർട്ടിക്കിൾസിൽ ആ ഒരു കാര്യങ്ങൾ മാത്രമേ വ്യക്തമായിട്ട് പറയുന്നുള്ളൂ. ആന്റിബോഡീസ് ഫ്രം ഫസ്റ്റ് ഇൻഫെക്ഷൻ മേക്ക് ലേറ്റർ ഡെങ്കു ഇൻഫെക്ഷൻ മോർ സിവിയർ. അപ്പോൾ ഈ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 കൺഫേം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ പറയുന്നത് റിസർച്ചേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബൂസ്റ്റർ ഡോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി തിരിച്ചു വരാം. അതായത് ജെയ്ക്കും അതുപോലെ തന്നെ ജപ്പാൻ ജ്വരത്തിനും അതുപോലെ തന്നെ ഡെങ്കിപ്പനിക്കും എതിരെയുള്ള ഇമ്മ്യൂണിറ്റി നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ ഡെവലപ്പ് ആവും എന്നാണ് സയന്റിസ്റ്റുകൾ, റിസർച്ചേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യം. Okay, the study highlights that climate change, urbanization and population mobility increase the complexity of vector-borne disease management. അപ്പോൾ പിന്നെ ഡെങ്കിപ്പനി വരുന്നെങ്കിൽ പോലും എന്താണ് ഈ ഒരു മൊസ്കിറ്റോസ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പം അതും ഒരു കാരണമാണ്. അതിന്റെ പോപ്പുലേഷൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും അർബനൈസേഷൻസിനും, അതായത് സ്ട്രക്ചർ ഇല്ലാത്ത രീതിയിൽ അർബനൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. പ്രൊഡ്യൂസിങ് നോട്ട് ജസ്റ്റ് ജെ ബട്ട് സിവിയർ ഡെങ്കു റിസ്ക് ടു. അപ്പം ആർട്ടിക്കിളിൽ നോക്കേണ്ട 2-3 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, health system should update JE vaccination schedule. Well-timed boosters could help keep population-wide immunity high. അതായത് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള വാക്സിൻസുകൾ എടുക്കണം. അപ്പോൾ JE വാക്സിൻസ് എടുത്ത് ഇമ്മ്യൂണിറ്റി കുറയുന്നു. അറ്റ് ദ സെയിം ടൈം JE ബൂസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെങ്കിപ്പനിക്കെതിരെയുള്ള JEക്കെതിരെയുള്ള ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി നിങ്ങളുടെ ശരീരത്തിൽ ഡെവലപ്പ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, സയൻസ് ആൻഡ് ടെക്കിൽ പറഞ്ഞിരിക്കുന്ന ചെറിയ പോയിന്റ് ആണ്. Okay, moving on to the final article. GSF2 Polity and Constitution, GSF2 Governance ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. Okay, the Supreme Court interim order. The SC declined to suspend the entire Waqf Act 2025. അതായത് നമ്മൾ വഖഫ് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വഖഫ് ആക്ട് അമെൻമെന്റ് ചെയ്തിരിക്കുന്ന 2025 അമെൻമെന്റ് ചെയ്തിരിക്കുന്ന ആക്ട് കംപ്ലീറ്റ്ലി ഡിക്ലൈൻ ചെയ്യാനുള്ള ഒരു പെറ്റീഷൻസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സുപ്രീം കോർട്ട് മൊത്തത്തിൽ അതിനെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സസ്പെൻഡ് ചെയ്തിട്ടില്ല. ബട്ട് കുറച്ച് റെഗുലേഷൻസ് ഇമ്പോസ് ചെയ്തു.
There are some conditions provisions while allowing the rest of the law, മെയിൻലി അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേറ്ററി റിഫോംസ്. അതായത് സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ കംപ്ലീറ്റ്ലി വഖഫ് ആക്ട് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല, പക്ഷെ കുറച്ച് നിയമങ്ങളൊക്കെ ഞങ്ങൾ സ്കൂട്ടറൈസ് ചെയ്യാം, ബാക്കി കുറച്ച് നിയമങ്ങൾ അങ്ങനെ പൊക്കോട്ടെ. അപ്പം ഏതൊക്കെ നിയമങ്ങളാണ് മാറ്റാൻ സാധ്യതയുള്ളത് സ്കൂട്ടറൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻലി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റെഗുലേറ്ററി റിഫോംസ് ആണ്. അപ്പോൾ കോർട്ട് സ്പെസിഫിക്കലി സ്റ്റേറ്റ് ദ പ്രൊവിഷൻ എംപവറിംഗ് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് സുപ്രീം കോർട്ട് മാറ്റി വെച്ചിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് യൂണിലാറ്ററലി ഡിസൈഡ് ഇഫ് എ പ്രോപ്പർട്ടി ഈസ് ഗവൺമെന്റ് ലാൻഡ് ആൻഡ് ഡീനോട്ടിഫൈ ഇറ്റ്സ് വഖഫ് സ്റ്റാറ്റസ്. അതായത് ഒരു സ്റ്റേറ്റിലെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിന് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു സ്ഥലം കണ്ടു, ആ സ്ഥലം കണ്ടിട്ട് അത് ഓൾറെഡി വഖഫ് ആണെന്നുണ്ടെങ്കിൽ പോലും മേ ബി ഗവൺമെന്റ് റെക്കോർഡ്സ് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിന് ആ ഒരു കാര്യം ഇത് വഖഫിന്റെ സ്റ്റാറ്റസിലല്ല ഡീനോട്ടിഫൈ ചെയ്തിട്ട് ഗവൺമെന്റ് അണ്ടറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അത് യൂണിലാറ്ററലിയുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ദ റിക്വയർമെന്റ് ഫോർ എ പേഴ്സൺ ക്രിയേറ്റിംഗ് വഖഫ് ടു ഹാവ് ബീൻ പ്രാക്ടീസിംഗ് മുസ്ലിം ഫോർ അറ്റ്ലീസ്റ്റ് 5 years ടേമിംഗ് ഈസ് ആർബിട്രറി ആൻഡ് കർബ് ഓൺ റിലീജിയസ് ഫ്രീഡം. ഇപ്പൊ രണ്ടാമത് സുപ്രീം കോടതി എടുത്ത മാറ്റി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വഖഫിലേക്ക് ഇപ്പൊ എനിക്ക് കുറച്ചധികം സ്ഥലമുണ്ട്, ഞാനൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ കുറെ സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളൊക്കെ എനിക്ക് വഖഫിന് നൽകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മുസ്ലിം ആയിരിക്കണം. അപ്പം ഗവൺമെന്റ് ഈ ഒരു വഖഫ് അമെന്റ്മെന്റ് ആക്ടിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി മിനിമം ഒരു 5 വർഷമെങ്കിലും മുസ്ലിം ആയിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് കൺവേർഷൻ നടന്നിരിക്കണം. മിനിമം 5 വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് വഖഫിലേക്ക് ഈ ഭൂമി കൊടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാര്യം ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു. ബിക്കോസ് അത് റിലീജിയസ് ഫ്രീഡത്തിനെതിരെയുള്ള ഇൻഫ്രിഞ്ച്മെന്റ് ആണെന്ന് പറഞ്ഞ് ആ ഒരു കാര്യങ്ങളും തള്ളിക്കളഞ്ഞു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരുപാട് സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന് രേഖകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ കാര്യങ്ങളൊക്കെ വഖഫിന്റെ സ്റ്റാറ്റസിലേക്ക് കൊടുക്കും. അപ്പൊ മേ ബി അത് ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, ക്രിസ്ത്യൻ ആയിരിക്കാം, ഏതെങ്കിലും മതമായിരിക്കാം. അതുകൊണ്ടാണ് ഗവൺമെന്റ് 5 വർഷത്തെ ടൈം പീരീഡ് നൽകിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ആ ഒരു കാര്യങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ദെൻ പാർട്സ് ഓഫ് ദ ലോ ദാറ്റ് അലൗഡ് ഡയറക്റ്റ് ചേഞ്ചസ് ഇൻ റവന്യൂ വഖഫ് ബോർഡ് റെക്കോർഡ് ബൈ ഗവൺമെന്റ് ഓഫീസേഴ്സ് വിതൗട്ട് ജുഡീഷ്യൽ റിവ്യൂ. അതായത് ഒരു വഖഫിന്റെ അണ്ടറുള്ള ബോർഡ് ഗവൺമെന്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞാൽ പോലും ഇത് ഡയറക്ട്ലി ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിലേക്കോ അല്ലെങ്കിൽ വഖഫിന്റെ ആണെന്ന് വഖഫിനോ എടുക്കാൻ സാധിക്കില്ല. അതിന് വ്യക്തമായിട്ട് ജുഡീഷ്യൽ റിവ്യൂവിന് ശേഷം മാത്രമാണ് വഖഫിന്റെ ആണെങ്കിൽ വഖഫിന് കൊടുക്കാൻ സാധിക്കുള്ളൂ, ഗവൺമെന്റിന്റെ ആണെങ്കിൽ ഗവൺമെന്റിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം കുറച്ച് ആ ലോന്റെ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഡയറക്ട്ലി വന്നിരുന്നത് വഖഫിന്റെ ആണ് അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്നു, ഡിസ്ട്രിക്ട് കളക്ടർ പോയി പറയുന്നത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് എടുത്ത് വെക്കാൻ സാധിക്കില്ല. അപ്പൊ മെയിൻ ആയിട്ട് ഇതിന്റെ ചലഞ്ച് വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി റൈറ്റ് ആണ്. അപ്പൊ ആർട്ടിക്കിൾ 26 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൈനോറിറ്റി റൈറ്റ് പറയുന്നുണ്ട്. അപ്പൊ മൈനോറിറ്റി റൈറ്റിൽ പറയുന്ന ഒരു കാര്യമാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഹാവ് ദ റൈറ്റ് ടു മാനേജ് ദെയർ ഓൺ റിലീജിയസ് അഫയേഴ്സ്. അതായത് അവരുടെ റിലീജിയസ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അധികാരം ആർക്ക് നൽകിയിട്ടുണ്ട്? ആ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് നൽകിയിട്ടുണ്ട്. അതായത് റിലീജിയസ് മാറ്റേഴ്സ് ആണ്. മൈനോറിറ്റി വിഭാഗത്തിന്റെ അവരുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അവരുടെ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഇതൊക്കെ അവർക്ക് നൽകിയിരിക്കുന്ന പവറാണ്. നമ്മൾ ആർട്ടിക്കിൾ 26 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യമാണ്. അപ്പം അതിന്റെ ഭാഗമാണ് വഖഫിന്റെ ബോർഡുകൾ വഖഫിന്റെ സ്ഥലങ്ങൾ കൈകാര്യം ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. ബട്ട് അതിനൊരു ഇൻഫ്രിഞ്ച്മെന്റ് വരാൻ ശ്രമിക്കുകയാണ്. ദാറ്റ് മീൻസ് അതിനകത്തൊരു കടന്നു കയറ്റമാണ് ശ്രമിക്കുന്നത്. അപ്പം അതുണ്ടാവാൻ പാടില്ല. അത് നമ്മുടെ ആർട്ടിക്കിൾ 26-നെതിരെയുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്ത പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെന്റ്സ് ഓഫ് ഓണർഷിപ്പ് ഡിസിഷൻസ് ടു ദ എക്സിക്യൂട്ടീവ് ഇൻസ്റ്റെഡ് ഓഫ് ജുഡീഷ്യറി ഇസ് ആർബിട്രറി ലിമിറ്റ്സ് ഓൺ വഖഫ് ക്രിയേഷൻ വാല്യൂഷൻ ഓഫ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ വഖഫ് കൗൺസിൽസ്. അതായത് ഇപ്പൊ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി തിരിച്ചെടുക്കുന്നതായിക്കോട്ടെ, ഇത് എവിടെയും ജുഡീഷ്യറി വന്നിട്ടില്ല. എക്സിക്യൂട്ടീവ്സ് അതായത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് പറയുന്നത് അത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് അളന്ന് മുറിച്ച് അത് നമ്മളിലേക്ക് മാറ്റണം എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ആണ്. അപ്പം ജുഡീഷ്യറിനകത്ത് വരാത്തത് കൊണ്ട് തന്നെ അതും എന്താണ് ഒരു കമ്മ്യൂണിറ്റി ഡൈല്യൂഷൻ ആണ്. അതുപോലെ തന്നെ വഖഫിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കോർട്ടിൽ കുറച്ചിരിക്കുന്ന ചലഞ്ചസ് ഇട്ടുണ്ടായിരുന്നു. എന്തിനാണിത് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് പെറ്റീഷൻസ് ഫയൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. Then court however did not interfere with the requirement for mandatory registration of all വഖഫ്. അതായത് കോർട്ട് അതിനകത്ത് ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാൻഡേറ്ററി രജിസ്ട്രേഷൻസ് ഓഫ് ഓൾ വഖഫ്, അതായത് എല്ലാ കാര്യങ്ങളും വഖഫിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡിഡ് നോട്ട് ഇന്റർഫിയർ. സുപ്രീം കോടതി ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലാ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിൽ വഖഫിന്റെ അണ്ടറിൽ ഇത്രയും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതെല്ലാം വഖഫിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞില്ല. സുപ്രീം കോടതി ആ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ബാലൻസ്, അതായത് മൈനോറിറ്റി റൈറ്റ്സും എക്സിക്യൂട്ടീവ് ആക്ഷൻസും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നീഡ് ഫോർ ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ഇൻ വഖഫ് മാനേജ്മെന്റ് ലൈക്ക് ദ റിക്വയർമെന്റ് ഫോർ രജിസ്ട്രേഷൻ. അതായത് ഒരു പ്രോപ്പർ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. അപ്പോൾ വഖഫിന്റെ ആയിക്കോട്ടെ എന്തിന്റെ ആയിക്കോട്ടെ വഖഫിന്റെ രജിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇത് എപ്പോൾ രജിസ്റ്റർ ചെയ്തു, എത്ര പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം.
അതുപോലെ തന്നെ ഇറ്റ് റിജക്ട്സ് കോൾസ് ടു സസ്പെൻഡ് ദ എൻറ്റയർ ആക്ട് ബട്ട് റീഇൻഫോഴ്സ് സേഫ് ഗാർഡ്സ് ഫോർ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി സെൽഫ് മാനേജ്മെന്റ് അഗെയിൻസ്റ്റ് ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻസ്. അപ്പം ഈ ഒരു നിയമം കൊണ്ടുപോയ സമയത്ത് ഈ മൈനോറിറ്റിയുടെ സെൽഫ് മാനേജ്മെന്റ് റൈറ്റ്സ്, അതായത് അവരുടെ പ്രോപ്പർട്ടീസ് അവർ തന്നെ നോക്കാം, അതുപോലെ തന്നെ ആർബിട്രറിയിൽ വരുന്ന എക്സിക്യൂട്ടീവ് ആക്ഷൻസ്, അതായത് ഗവൺമെന്റ് കാര്യമായിട്ട് ഇവരുടെ പ്രോപ്പർട്ടിയിൽ കടന്നു കയറുക, ആ പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Then broader implication for minority rights. The order is significant for balancing minority rights. അപ്പോൾ ഈ ഒരു ഓർഡർ എന്താണ്? മൈനോറിറ്റി റൈറ്റ്സ് ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് റിലീജിയസ് ആയിക്കോട്ടെ, കൾച്ചറൽ ഓട്ടോണമി ആയിക്കോട്ടെ, ഇപ്പോൾ സ്റ്റേറ്റ് അവരുടെ കാര്യങ്ങളിലേക്ക് കടന്നു കയറുന്നതിന് പകരമായിട്ട് പബ്ലിക് ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് അവരുടെ റൈറ്റ്സ് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കണം. അപ്പം മൈനോറിറ്റിന്റെ റൈറ്റ് ആണ് അവരുടെ പ്രോപ്പർട്ടി അവർ നോക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ അവർ നോക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കും. Then sets a precedent for judicial scrutiny whenever executive or legislative action seeks to unilaterally alter minority managed religious properties. That means സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് സ്ക്രൂട്ടനൈസ് ചെയ്യാം ഏത് സമയത്താണെങ്കിലും. അതായത് ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ആക്ഷൻ ആയിക്കോട്ടെ, ആ ഒരു ആക്ഷൻസ് കാരണം മൈനോറിറ്റി വിഭാഗത്തിനോ മൈനോറിറ്റി മാനേജ് ചെയ്തിരിക്കുന്ന റിലീജിയസ് പ്രോപ്പർട്ടീസിനോ ഒരു ഡാമേജോ കാര്യങ്ങളോ വരുന്നു, അല്ലെങ്കിൽ മൈനോറിറ്റി ഫീലിംഗ്സിനെ ഹേർട്ട് ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജുഡീഷ്യറിക്ക് അതിനകത്തേക്ക് കടന്നു കയറാം, ജുഡീഷ്യൽ സ്ക്രൂട്ടനൈസേഷൻ ജുഡീഷ്യറിക്ക് നടത്താം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് വഖഫുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലാസ്റ്റ് ആർട്ടിക്കിൾ പറയുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ്. ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെഷൻ. താങ്ക് യു.